കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടുവല്ലോ, രണ്ടു ഭീമന്മാർ പേർഷ്യയും റോമും തളർന്നുകിടന്നത്. പക്ഷേ അവരറിഞ്ഞില്ല, ചക്രവാളത്തിനപ്പുറം മറ്റൊരു ലോകം ഉണരുന്നത്, അറേബ്യ. ആ മരുഭൂമിയിൽ ഒരു നഗരത്തിൽ മക്കയിൽ നിന്നും ഒരു ലോക നേതാവ് ലോകചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശവുമായിട്ടായിരുന്നു ആളുടെ വരവ്: ഇസ്ലാം. അദ്ദേഹം മരിച്ച് ഏതാനും വർഷങ്ങൾക്കകം ആ വിശ്വാസത്തിന്റെ തീ മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റുപോലെ പുറത്തേക്കൊഴുകിയിറങ്ങി. ക്രിസ്തുവർഷം 633. അറബ് മുസ്ലിം പടയാളികൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികളിൽ മുട്ടി. ആദ്യം ചെറിയ ആക്രമണങ്ങൾ. സസാനിയൻ ചക്രവർത്തി എസ്ത്ഗേർദ് മൂന്നാമൻ കരുതി ഇതൊരു വെറും കൊള്ളസംഘമാണെന്ന്. പക്ഷേ അത് തെറ്റി. ഇവർക്ക് ലഹരിയായിരുന്നു അവരുടെ വിശ്വാസം. മരണം അവരെ ഭയപ്പെടുത്തിയിരുന്നില്ല, മറിച്ച് രക്തസാക്ഷിത്വം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ക്രിസ്തുവർഷം 636. ഖാദീസിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആളുകളെ കൊണ്ടും പൊടിപടലം കൊണ്ടും ആർപ്പുവിളികളോടെ ആനകൾ, പതാകകൾ, വില്ലാളി വീരന്മാർ. അതെ, ഈ പേര് ഇറാൻ ഇന്നും ഒരു മുറിവുപോലെ ഓർക്കുന്നുണ്ട്. 4 ദിവസം നീണ്ട യുദ്ധം. പേർഷ്യൻ പക്ഷത്ത് യുദ്ധാനകൾ, ഭാരിച്ച കവചങ്ങൾ, പ്രശസ്തമായ സവാർ കുതിരപ്പട. അറബു പക്ഷത്ത് കനം കുറഞ്ഞ വസ്ത്രങ്ങളും മൂർച്ചയുള്ള വാളുകളും. പക്ഷേ അവർ യുദ്ധം ചെയ്തത് ദേശത്തിനു വേണ്ടിയായിരുന്നില്ല, ദൈവത്തിനു വേണ്ടിയായി. 3-ാം ദിവസം രാത്രി പേർഷ്യൻ സൈന്യാധിപൻ റുസ്തം ഫറോഖ് സാദ് കൊല്ലപ്പെട്ടു. അറബ് സൈന്യാധിപൻ സാദ് ഇബ്ന് അബി വഖാസ് വിജയം നേടി. അങ്ങനെ അറബ് പേർഷ്യയുടെ ഹൃദയഭൂമിയിലേക്കുള്ള വഴി തുറന്നു. അവിടെയും നിലച്ചില്ല. ഈ യുദ്ധം ക്രിസ്തുവർഷം 642 വീണ്ടും നിഹാവന്തിൽ ഏറ്റുമുട്ടി. പേർഷ്യക്കാർ അവസാന ശക്തിയും സംഭരിച്ച് നിലകൊണ്ട യുദ്ധമായിരുന്നു അത്. അവിടെയും അവർ പരാജയത്തിന്റെ രുചിയറിഞ്ഞു. എസ്ഗേർദ് മൂന്നാമന് രാജ്യം വിട്ടോടേണ്ടി അങ്ങ് കിഴക്കുള്ള മെർവിനിലേക്ക്. അവിടെ വെച്ച് ഒരു തണുത്ത പുലർച്ചെ സ്വന്തം പ്രജകളാൽ തന്നെ അയാൾ കൊല്ലപ്പെട്ടു. അവസാന സസാനിയൻ ചക്രവർത്തി ഒരു മില്ലിന്റെ തൊട്ടടുത്ത് രക്തത്തിൽ കുളിച്ചുകിടന്നു. ആരും തിരിഞ്ഞു നോക്കാൻ പോലുമുണ്ടായിരുന്നില്ല. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അന്ത്യം അത്രമേൽ നിസ്സാരമായിരുന്നു. അങ്ങനെ ഇറാൻ അറബ് ഖിലാഫത്തിന്റെ ഭാഗമായി. ആദ്യം ഉമയ്യദ് ഖിലാഫത്ത്, പിന്നീട് അബ്ബാസിദ്. ഒരു പുതിയ മതം, പുതിയൊരു ഭാഷ, പുതിയൊരു ലോകക്രമം. പേർഷ്യയിൽ മിക്ക ജനങ്ങളും ഇസ്ലാം സ്വീകരിച്ചു. ചിലർ സ്വമനസ്സാലെ, ചിലർ നികുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ചിലർ പുതിയ കാലത്തിന്റെ ആവശ്യമായി. പക്ഷേ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ടായിരുന്നു. ജയിക്കപ്പെട്ട ജനത വിജയികളുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ പേർഷ്യക്കാർ അവരുടെ സ്വന്തം ഭാഷയായ പേർഷ്യൻ മറന്നില്ല. വീട്ടകങ്ങളിൽ, ചന്തകളിൽ, ഒളിവിൽ ആ ഭാഷ അതിജീവിച്ചു. ഒരു നിശബ്ദ പ്രതിരോധം പോലെയായിരുന്നു അതെല്ലാം നടന്നത്. 2 നൂറ്റാണ്ടുകൾ കടന്നുപോയി. അബ്ബാസിദ് ഖിലാഫത്തിന്റെ കീഴിൽ പേർഷ്യൻ ബുദ്ധിജീവികൾ ഭരണത്തിന്റെ നട്ടെല്ലായി മാറി. ബാഗ്ദാദിലെ ജ്ഞാനഭവനത്തിൽ ബൈത്തുൽ ഹിക്മ, പേർഷ്യൻ പണ്ഡിതരാണ് ഗ്രീക്ക് തത്വചിന്ത അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇസ്ലാമിക സുവർണയുഗത്തിന്റെ ശില്പികൾ. പക്ഷേ രാഷ്ട്രീയമായി അവരുടെ മനസ്സിൽ ഒരു നഷ്ടബോധം നിലനിന്നിരുന്നു. നമ്മുടെ പൂർവികരുടെ കഥകൾ ആരോർക്കും എന്ന ചോദ്യം മണ്ണിനടിയിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 10-ാം നൂറ്റാണ്ടിലെ കിഴക്കൻ ഇറാനിൽ തൂസ് എന്ന നഗരത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പേര് ഫിർദൌസി. അദ്ദേഹം ഒരു മികച്ച കവിയായിരുന്നു. അയാൾക്ക് മനസ്സിന്റെയുള്ളിൽ ഒരു ദൗത്യമുണ്ടായിരുന്നു: പേർഷ്യൻ ഭാഷയ്ക്ക് ഒരു ഇതിഹാസം നൽകുക. ഒരു നാൾപ്പതിപ്പല്ല. അയാൾ എഴുതിയത് 30 വർഷം കൊണ്ട് 60,000 ഈരടികൾ. ഷാനാം രാജാക്കന്മാരുടെ കഥാചരിത്രങ്ങൾ. ഇതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഒരു പുതിയ ലോകത്തിന്റെ തുടക്കം മുതൽ അറബ് ആക്രമണം വരെയുള്ള പേർഷ്യയുടെ ചരിത്രപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, രാജാക്കന്മാർ, വീരന്മാരുടെ കഥകൾ. റുസ്തം എന്ന മഹാവീരൻ, സിമുർഗ് എന്ന മാന്ത്രിക പക്ഷി, സിയാവഷിന്റെ ദുരന്തം, ഇവയെല്ലാം ആ കാവ്യത്തിൽ ജീവൻ വച്ചുകൊണ്ടിരുന്നു.
ഇവിടെ ഏറ്റവും പ്രധാനം, ഫിർദൗസി ഇതെല്ലാം എഴുതിയത് ശുദ്ധമായ പേർഷ്യൻ ഭാഷയിലായിരുന്നു. അറബി വാക്കുകൾ കഴിയുന്നത്ര ഒഴിവാക്കിയിരുന്നു. ഒരു മുഴുവൻ ജനതയുടെയും ആത്മാവിനെ അയാൾ ആ ഭാഷയുടെ ഒരു കോട്ടയിൽ സംരക്ഷിച്ചു. ഫിർദൗസി തന്നെ ഒരിക്കൽ എഴുതി, ഞാൻ 30 വർഷം കഷ്ടപ്പെട്ടു. പേർഷ്യൻ ജനതയ്ക്ക് ഞാനൊരു പുതുജീവൻ നൽകി. എത്ര ശരിയായ വാക്കുകൾ! കാരണം ഇന്നും ഇറാനിൽ ജനങ്ങൾ ഷാനാമ വായിക്കുന്നു. ചായക്കടകളിൽ നാടോടിക്കഥകൾ ആളുകൾ പറയുന്നു. അതിലെ വാക്കുകൾ കുട്ടികളുടെ പേരുകളായി. ഫിർദൗസി തന്റെ കവിതയിലൂടെ തോൽവിയിൽ നിന്ന് ഒരു വിജയം സൃഷ്ടിച്ചു. രാഷ്ട്രീയം പോയി, സാമ്രാജ്യം പോയി, പക്ഷേ ഭാഷയിലൂടെ ആത്മാവ് നിലനിന്നു. ഈ കാലഘട്ടത്തിൽ മറ്റൊരു മഹാ അത്ഭുതവും സംഭവിച്ചു. ഇസ്ലാം പേർഷ്യൻ സംസ്കാരവും സ്വീകരിച്ചു. സൂഫിസം എന്ന ആത്മീയ പാത പേർഷ്യൻ കവികളുടെ വരികളിൽ പൂത്തുലഞ്ഞു. ഇതുമൂലം മതം ഒരു വിദേശ ശക്തിയുടെ ആയുധമല്ലാതായിത്തീർന്നു. അതവരുടെ സ്വന്തം ജീവിതത്തിന്റെയും ആത്മീയതയുടെ ഭാഗമായി മാറി. ഇറാൻ ഇസ്ലാമിനെ സ്വീകരിച്ചു. അതേസമയം ഇസ്ലാമിന് ഒരു പേർഷ്യൻ മുഖവും കൂടി നൽകി. ഇവിടെ സംസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണചേർന്നു നിന്നു. അധികാരത്തിന്റെ കഥ ഇവിടെയും അവസാനിച്ചില്ല. കാരണം ഖിലാഫത്ത് ദുർബലമായപ്പോൾ പുതിയ ശക്തികൾ ഉയർന്നുവന്നു. മധ്യേഷ്യയിൽ നിന്നും തുർക്കിക് ഗോത്രങ്ങൾ. അവർ അടിമകളായി വന്നു, പടയാളികളായി വളർന്നു, പിന്നെ രാജാക്കന്മാരായി. അടുത്ത എപ്പിസോഡിൽ ആ കൂടാരങ്ങളിൽ നിന്ന് സിംഹാസനത്തിലേക്കുള്ള കുതിപ്പിന്റെ കഥ. ഗസ്നവികൾ, സെൽജൂക്കുകൾ, ഖയ്യാമിന്റെ വീഞ്ഞു കവിതകളും ഗസാലിയുടെ ദർശനങ്ങളും മിസ് ചെയ്യരുത്.